ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചൂട് സമയത്ത് കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഒട്ടും തന്നെ എണ്ണയൊന്നും ഉപയോഗിക്കാതെ ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് ഡെസേർട്ടായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് സാബൂദാനയാണ് എടുത്തിരിക്കുന്നത്. സാബൂദാന അല്ലെങ്കിൽ ചവ്വരി എന്നൊക്കെ പറയുന്ന ആ ഒരു അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ കണ്ണൂർ ഭാഗത്തൊക്കെ സാബൂനരി എന്നും പറയാറുണ്ട്. ഇതാദ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഒരുപാട് പ്രാവശ്യം അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഇതിവിടെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ചൂടായിട്ടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം ഒരുപാട് ആദ്യമേ ഒഴിക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 20 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ആ ഒരു സമയമാകുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഇതാ ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടെ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വെള്ളം കുറച്ചും കൂടെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതിലേക്ക് ചെറു ചൂടായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും തണുത്ത വെള്ളം ചേർക്കണ്ട, ചെറു ചൂടായിട്ടുള്ള വെള്ളം തന്നെ ചേർത്തോളൂ. ആദ്യം നല്ല തിളച്ച വെള്ളം ചേർക്കാനും ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ 1/4 കപ്പ് അളവ് ചെറുചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അത് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നേരം കൂടെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. അത് നല്ല സോഫ്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു 20 മിനിറ്റ് നേരം കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അതിൽ അത്യാവശ്യം വെള്ളപ്പറ്റ് ഉള്ളത് കൊണ്ടാണ്. ഇനി അഥവാ വെള്ളം കുറവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറു ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം, അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ചവ്വരി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെയാണ് ഇത് റെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചവ്വരിയിലുള്ള വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അതുപോലെ വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് നമ്മൾക്ക് പിടിക്കാൻ പാകത്തിന് മാത്രമേ വെള്ളപ്പറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം എപ്പോഴും കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇനി ഇത് ഉരുട്ടിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക. അതിനുശേഷം എത്രയാണോ വലുപ്പം ആവശ്യമായിട്ടുള്ളത് അത്രയും വലുപ്പത്തിലുള്ള ഉരുളി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആവശ്യത്തിന് മാത്രം വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ലപോലെ സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഉരുട്ടിയെടുക്കാൻ ഒരുപാട് പ്രയാസമൊന്നുമില്ല. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പാകത്തിനായാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് നന്നായിട്ട് സീൽ ചെയ്തെടുക്കുക. കയ്യിൽ പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് നനച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ എല്ലാ ഭാഗവും നന്നായി കവർ ചെയ്യുന്ന രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഏതെങ്കിലും ഭാഗത്ത് ക്രാക്ക് വീണതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് തടവിയെടുക്കുകയാണെങ്കിൽ ആ ഒരു ക്രാക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പ്രയാസമൊന്നും കാണില്ല. പക്ഷേ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 6 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്.
ഇനി ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലിത്തട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഡ്ഡലിത്തട്ടിൽ ആദ്യം ഒന്ന് നെയ്യ് നല്ലപോലെ തടവി കൊടുക്കുക. ഇത് തടവി കൊടുക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നെയ്യ് തടവണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേർത്ത തുണി വിരിച്ചു കൊടുത്താലും മതിയാകും. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെള്ളമൊഴിച്ചിട്ട് നേരത്തെ തന്നെ ആവി വരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 15 മിനിറ്റ് നേരമാണ് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം 5 മിനിറ്റ് നേരം കൂടെ വെച്ചാൽ മതി. 15 മിനിറ്റ് നേരമാകുമ്പോഴേക്കും ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നോളും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളുടെ ചവ്വരി വെന്ത് വരുമ്പോൾ ആ ഒരു കണ്ണാടി പരുവത്തിലായി വരും. ആ ഒരു പാകം നോക്കിയിട്ട് നമുക്കിത് വെന്തോന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാനിതിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നെയ്യ് തടവിയതുകൊണ്ട് തന്നെ ഒട്ടും പറ്റിപ്പിടിക്കൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് അടർത്തിയെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടും ക്രാക്ക് വീഴോ പൊട്ടിപ്പോവോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡിപ്പും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് പാലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പാലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പ് പാലിൽ തയ്യാറാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ചും തയ്യാറാക്കാം. തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഒന്ന് നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെക്കാം. പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ആ ഒരു പഞ്ചസാരയും പാലും നല്ലപോലെ യോജിച്ച് വരണം. ഇപ്പോൾ ഇതാ പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ബദാമിൻ്റെ പൊടിയാണ്. ഞാനിവിടെ ഒരു 6 ബദാം എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു പൊടി കൂടെ വരുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഇതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് കട്ടിയായാൽ മാത്രം മതി. ഒരുപാട് അങ്ങനെ കട്ടിയാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുന്നത് ഇത് ഓരോന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ആ ഒരു പാലും കൂടെ വരുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും. നേരത്തെ പറഞ്ഞതുപോലെ പാലിന് പകരം കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ചൂട് സമയത്ത് ചവ്വരി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. നമ്മളുടെ ശരീരം തണുപ്പിക്കാനൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റും ഉള്ളതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.